നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ കോടതി വിധിയിൽ സന്തോഷിക്കുന്നവരും ഉണ്ടായിരുന്നു, ആ കോടതി വിധിയിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇതിൽ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വിധി, പക്ഷെ വിധി വന്നപ്പോൾ ഒരുപാട് നിരാശ തോന്നിയിരുന്നു. കാരണം ഒന്നാം പ്രതിക്ക് പോലും അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അതിജീവിതയായ നടിയുടെ കോടതി വിധി വന്നതിന് ശേഷമുള്ള ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ആ പോസ്റ്റ് കാണുന്ന ഏതൊരാൾക്കും, മനസ്സാക്ഷിയുള്ള ഏതൊരാൾക്കും ഒരുപാട് സങ്കടം തോന്നും. കാരണം കഴിഞ്ഞ 8 വർഷവും 9 മാസവും 23 ദിവസവും അതിജീവിത കാത്തിരുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടും അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നീതിദേവത അവരുടെ മുന്നിൽ കണ്ണു തുറക്കുമെന്നുള്ളത്. കഴിഞ്ഞ 8 വർഷത്തെ നിയമ പോരാട്ടത്തിൽ അവർ കടന്നുപോയ എല്ലാ മാനസിക സംഘർഷങ്ങളും, കളിയാക്കലും, കുറ്റപ്പെടുത്തലുകളും, നീതിദേവതയുടെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയും എല്ലാം അവർ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം എന്നെ വേദനിപ്പിച്ചത് ഒരൊറ്റ സെൻറ്റൻസാണ്: നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടായതെന്ന്. അത് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് വേദന എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നാളെ നമുക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് പേടിയും തോന്നുന്നുണ്ട്. ഇത് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് അഖിൽമാരാറെയാണ്. ദിലീപിൻ്റെ കേസിലെ വിധി വന്നതിൻ്റെ ആ മൊമെൻ്റ് തൊട്ട് പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. വാങ്ങിയ കാശിനോട് കൂറ് കാണിക്കുന്നതിന് ആരും തെറ്റു പറയുന്നില്ല, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയില്ലേ? വെർബൽ റേപ്പ് എന്ന് ക്ലിയർലി പറയാമെന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇയാളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് അതിജീവിത താൻ കടന്നുപോയ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ആണ് എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു കാറിൽ, ആ ഒരു സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവർക്കുണ്ടായി എന്ന് പറയുന്നത് കള്ളത്തരമാണെന്നും അത്രയ്ക്ക് ഇതുള്ള ആളുകൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കൂ എന്ന് പറയുന്നതിലെ മണ്ടത്തരമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു ആളാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നാളെ സ്വന്തം കുടുംബത്തിനും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമോ എന്നുള്ള കാര്യമാണ് എനിക്കിപ്പോൾ സംശയം. ഏട്ടൻ്റെ കാശ് വാങ്ങി ഏട്ടനെ വിളിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അഖിൽമാരാറുടെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഞാൻ കണ്ടിരുന്നു. അതായത് എന്തുകൊണ്ട് ഏട്ടൻ്റെ ആദ്യ മകൾ തൻ്റെ എക്സ് വൈഫിൻ്റെ കൂടെ പോകുന്നില്ല എന്നുള്ള കാര്യം. ഏട്ടനെ സപ്പോർട്ട് ചെയ്താണോ എക്സ് വൈഫിനെ കുറ്റപ്പെടുത്തിയാണോ പറഞ്ഞതെന്നറിയില്ല, പക്ഷേ ഇത് പറയാനുള്ള റൈറ്റ്സ് ഇയാൾക്ക് ആര് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മറ്റൊരു കാര്യം, അതിജീവിതയോട് പക പോക്കാനാണെങ്കിൽ എന്തിനാണ് അതിജീവിതയെ പീഡിപ്പിക്കുന്ന വീഡിയോ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരാൾ പക പോക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ശത്രുവിനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ച് അത് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇയാൾക്കില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാതിരിയുള്ള വിവരക്കേടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രൗഡായിട്ട് വിളമ്പുന്ന ഇങ്ങനെയുള്ള ആളുകളെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് എൻ്റെ